നമസ്കാരം. നമസ്കാരം. ഞാൻ എലീന. ഞാൻ ബോധി. ബോധി എന്നാണ് ശരിക്കുള്ള നെയിം. അതെ ബോധി. നല്ല നെയിം കേട്ടോ, അടിപൊളി പേര്. അപ്പൊ ഈ ആർട്ടിസ്റ്റ് പറയുമ്പോൾ പെയിന്റ് ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. അതെ. എന്ത് പെയിന്റ് ആണ്? ക്യാൻവാസ്? ഞാൻ ഫിംഗർ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ഫിംഗർ പെയിന്റ് കൈകൊണ്ട്? ഫിംഗർ പെയിന്റിംഗ്. അപ്പൊ എന്തായിരിക്കും ഉപയോഗിക്കുന്ന പെയിന്റിങ്ങിന് വേണ്ടി? വാട്ടർ കളർ ഉപയോഗിച്ചുകൊണ്ടാണ്. വാട്ടർ കളർ ആണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കളർ ഉപയോഗിച്ചുകൊണ്ട് ഫിംഗർ കൊണ്ട് പെയിന്റ് ചെയ്യാം. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? ഞാൻ തിരുവല്ലയാണ് സ്ഥലം. തിരുവല്ല. ഓക്കെ, ശരി. അപ്പൊ ഈ വാട്ടർ കളർ കൊണ്ട് കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ടൊക്കെ വരാനൊക്കെ ഭയങ്കര, കാരണം ഞാൻ കേട്ടിട്ടുള്ള ബ്രഷിനാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സും കാര്യങ്ങളും, അതിന്റെ ബ്രിസിൽസ് എന്തായാലും പറയുന്നത്, ബ്രഷിന്റെ അതിനൊക്കെ അല്ല. അപ്പൊ കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ലേ ചെയ്യാൻ? ചെറിയ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ. കുറെ നാളായി തുടങ്ങിയിട്ട്. എത്ര വർഷമായി ഈ ഫിംഗർ പെയിന്റിംഗിലോട്ട് നടന്നിട്ട്? ഒരു 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. ഇത് ഇന്റർനാഷണലി പെർഫോം ചെയ്യാറൊക്കെ ഉണ്ടോ? അതോ വേൾഡ് റെക്കോർഡൊക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഞാൻ. സൂപ്പർ. അപ്പം ഇന്ന് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് പെയിന്റിംഗില്? വ്യത്യസ്തമായ ഒരു പെയിന്റിംഗ് ഇപ്പൊ ചെയ്യാൻ. ഫിഗർ തന്നെ ഫിംഗർ പെയിന്റിംഗ്. നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോ ഇങ്ങനെ ഫിംഗർ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത്? അറിയില്ല. ഞാനൊരു 20 അടി നീളമുള്ള ക്യാൻവാസിലൊക്കെ 1 മിനിറ്റ് കൊണ്ടൊക്കെ പടം വരയ്ക്കും. ആരും വരയ്ക്കും എപ്പോഴും. ആണോ? വലിയ ക്യാൻവാസിലോ? 20 അടി എന്ന് പറയുമ്പോ എത്ര വലിപ്പം ഉണ്ടാവും? ഞാൻ ആ 5 അടി 7 ഇഞ്ചും കണ്ടേ ഉള്ളൂ. അപ്പൊ 20 അടിയുള്ള ക്യാൻവാസിലൊക്കെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പടം വരയ്ക്കാൻ പറ്റും. 100 അടിയുള്ള ക്യാൻവാസിലാണ്. എന്റെ മോനെ 10 മിനിറ്റ് കൊണ്ടൊക്കെ വരയ്ക്കാം. ബോധ്യെന്നല്ല, ഞാൻ ബോധം കേട്ടു ഇത് കേട്ടിട്ട്. കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് കാണാം. ഇന്നിപ്പോ എന്താണ്, എത്ര വലിയ ക്യാൻവാസ് ആണ് കൊണ്ടുവരുന്നത്? ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ലെങ്ത് എങ്ങനെയാണ് അതിന്റെ? ഇത് പറയുകയാണെങ്കിലോ 10 അടി വീതിയും 6 അടി പൊക്കമുള്ള ക്യാൻവാസിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ, പ്രോപ്പർട്ടി കൊണ്ടുവരട്ടെ. ശരി, പ്രോപ്പർട്ടി പ്ലീസ്. ഭീകരമായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമ്മുടെ മാസ്റ്റേഴ്സ് അന്തം വിട്ടിരിക്കുക 3 പേരും. ശരി ഇക്ക, ആദ്യം നമുക്ക് ചെഗ്വേരയാണെന്ന് ഫീൽ ചെയ്ത് ഫസ്റ്റ് വരച്ചിങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഡൗട്ട് അടിച്ചു. പിന്നെ ആ വൈറ്റ് ടച്ച് ചെയ്ത് തീർന്നപ്പോൾ തന്നെ ഞാൻ ടീനിയുടെ അടുത്തുനിന്ന് ചാപ്ലനാണെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ആ ഉദ്ദേശം കറക്റ്റ്, ആ ബ്ലാക്ക് മുടി കഴിഞ്ഞപ്പോൾ കറക്റ്റ്, ആ മീശയും മുടി വന്നപ്പോൾ കറക്റ്റ് ഫീൽ ചെയ്ത്. ഇത് അസാധ്യം കേട്ടോ. നമുക്കിത് കാണാൻ ഭാഗ്യം ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ്. താങ്ക് യു സർ.
നിങ്ങളെപ്പോലുള്ളൊരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് വരക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കാണാൻ സാധിച്ചതിൽ അത് ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദി ഞങ്ങൾക്ക് തന്ന ഒരു ഏറ്റവും വലിയൊരു എന്താ ഗിഫ്റ്റാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ, ഈ കാണുന്ന കാഴ്ച. താങ്ക് യു. ഒരുപാട് താങ്ക് യു. ഓക്കെ, താങ്ക് യു. പക്രു ചേട്ടാ ഉഗ്രനായിരുന്നു മോദിജി. പേരിലും ഒരു പുതുമയുണ്ട്, ചെയ്യുന്ന കലയിലും ഒരു പുതുമയുണ്ട്. കാരണം ഒരുപാട് പേര് ബ്രഷും പേസ്റ്റും കളറും അങ്ങനെ എടുക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ചെറിയ സമയം കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല, വളരെ വലിയ കാര്യമാണ്. അങ്ങേക്ക് വേൾഡ് റെക്കോർഡ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ആളാരാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ചാർലി ചാപ്ലിൻ മഹാനായ അദ്ദേഹത്തെ തൊപ്പിയില്ലാതെയാണ് അവതരിപ്പിച്ചത്. ഒരു തൊപ്പിയും ഒരു വടിയും ഉണ്ടെങ്കിലാണ് മിക്കവർക്കും അത് വേണ്ടി വെച്ചത്. അതൊന്നുമില്ല, ഫേസ് കൊണ്ട് മാത്രം അങ്ങനെ ആ ഒരു പ്രസൻറ്റേഷൻ ഗംഭീരമായി. ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, വേറൊന്നുകൊണ്ടല്ല, അദ്ദേഹം എലീന ഇരുന്ന സൈഡിലിട്ടാണ് നോക്കി ചിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് ഇവിടെ ഉള്ളത് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആ സൈഡിലോട്ട് നോട്ടിക്കുള്ളൊരു ചിരിയായിരുന്നു. ആ ഒരു കുഴപ്പമൊഴിച്ചാൽ ബാക്കി എല്ലാം ഓക്കെ അല്ല, കുഴപ്പമില്ല. ശരി, ശരി ചേട്ടാ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് ഈ ഫ്രീ ഹാൻഡ് പെയിന്റിംഗ് ആണ്. ചിലർ പറയും ഫോട്ടോ പോലെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ആകർഷണത തോന്നാറില്ല. എനിക്ക് ഇങ്ങനത്തെ പെയിന്റിംഗ് ആണ് പേഴ്സണലി ഇഷ്ടമുള്ളത്. ഫോർട്ട് കൊച്ചിയിലൊക്കെ ചെല്ലുമ്പോൾ ബിനാലേക്ക് അവരൊക്കെ റോട്ടിൽ നിന്നിട്ട് ഉള്ള ചായം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇതുപോലും വേണ്ട, കൈ മാത്രം മതി അദ്ദേഹത്തിന്. ഒരു പ്രതലവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മണ്ണുകൊണ്ട് വിസ്മയങ്ങൾ തീർക്കും, ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പച്ചല കിട്ടിയാലോ അല്ലെങ്കിൽ കരി കിട്ടിയാലോ ഒക്കെ പെയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പ്രകടനം കൊണ്ട് മനസ്സിലാക്കുക. ഫ്രീ ഹാൻഡ് പെയിന്റിംഗ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ ആ കൃഷ്ണമണിയാണ്. ഇപ്പൊ എലീനയാണ് നോക്കിയെങ്കിലും അതിലൊരു ജീവനുണ്ട്, ഒരു ഫൺ എലമെന്റ് ഉണ്ട്. ചാപ്ലിൻ എന്താണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചിരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സൂപ്പർ. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്കും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.